ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സിൽ LED പറ്റി പഠിക്കാനുണ്ട്. സോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED ആണ് നോക്കുന്നത്. സോ വാട്ട് ഈസ് ആൻ LED? LED എന്ന് വെച്ചാൽ എന്താണ്? സോ ഇറ്റ് ഈസ് എ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഡയോഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്താണ്? ഒരു PN ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സാധാരണ PN ജംഗ്ഷൻ ഡയോഡിൽ നിന്നും എന്താണ് അതിന് വ്യത്യസ്തമായിട്ടുള്ളത്? എന്താണ്? ദാറ്റ് വിൽ എമിറ്റ് ലൈറ്റ്. എന്തുകൊണ്ടാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്? സാധാരണ ഡയോഡിൽ നടക്കാത്ത എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷനിൽ LED ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുമ്പോൾ when the carriers are injected across a forward biased junction it emit the incoherent light. ഇൻകൊഹിറൻ്റ് ലൈറ്റ് ആണ്, കൊളിമേറ്റഡ് അല്ല. ഇൻകൊഹിറൻ്റ് ലൈറ്റ് എന്ന് പറഞ്ഞപ്പം കൊഹിറൻ്റ് ലൈറ്റ് സോഴ്സിന് എക്സാമ്പിൾ ഏതാണ്? ലേസർ സോഴ്സ് ഒക്കെ കൊഹിറൻ്റ് ലൈറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവൻ കാരിയേഴ്സ് ആർ ഇൻജക്റ്റഡ് എക്രോസ്, കാരിയേഴ്സ് ഇൻജക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നു, അതായത് ബാരിയർ പൊട്ടൻഷ്യലിന് കൂടുതലായിട്ടുള്ള വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത്, ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുന്ന സമയത്ത്, സോ ദ LED വിൽ എമിറ്റ് ലൈറ്റ്. And most of the commercial LEDs are realized using a highly doped N and a P junction. അപ്പോൾ ഇതാണൊരു LED എക്സാമ്പിൾ പറയുന്നത്. സോ ഇവിടെ എല്ലാ LED-ക്കും ഒരു ഫ്ലാറ്റ് പോർഷൻ ഉണ്ടായിരിക്കും, ബാക്കി റൗണ്ട് പോർഷൻ ആയിരിക്കും. ആൻഡ് ഒരു ഷോർട്ടർ ലെഗിന് കാത്തോഡ് ആയിരിക്കും, അതുപോലെ ലോങ്ങർ ലെഗ് ആനോഡ് ആയിരിക്കും. ഷോർട്ടർ ലെഗും ഉണ്ടായിരിക്കും, ലോങ്ങർ ലെഗും ഉണ്ടായിരിക്കും. ഷോർട്ടർ വിൽ ബി കാത്തോഡ് ആൻഡ് ആനോഡ് ആയിരിക്കും ലോങ്ങർ ലെഗ്. അത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു LED വർക്കിംഗ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഡയോഡിൻ്റെ വർക്കിംഗ് പറയാം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു N ടൈപ്പ് മെറ്റീരിയലും ഒരു P ടൈപ്പ് മെറ്റീരിയലും. N ടൈപ്പ് മെറ്റീരിയൽ മീൻസ് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയലാണ്, സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അതുപോലെ എക്സസ് ഓഫ് ഹോൾസ്, ഒരുപാട് ഹോൾസ് ഉള്ളതാണ് ഏത് വരുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് കൂടുതലുള്ളത്, അതാണ് ഹോൾസ് വരുന്നതെന്ന് പറഞ്ഞത്. അത് P ടൈപ്പ് മെറ്റീരിയൽ. ഈ N ടൈപ്പ് മെറ്റീരിയലും P ടൈപ്പ് മെറ്റീരിയലും അത് രണ്ടും യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന, രണ്ടും ചേർത്ത് വെച്ച് ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനാണ് എന്ത് പറയുന്നത്? ജംഗ്ഷൻ. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ബോർഡറാണ് എന്ത്? ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോൾസ്, ഇവിടെ ഇലക്ട്രോൺസ്, കാരണം ഇത് P ടൈപ്പാണ്, ഈ ബ്ലൂ കളറിലുള്ളത് N ടൈപ്പാണ്. ഓക്കെ, സോ ഇനീഷ്യലി ഈ N ടൈപ്പ് മെറ്റീരിയൽ, അതിൽ ഇലക്ട്രോൺസ് ഒരുപാടുണ്ടായിരിക്കും. P ടൈപ്പ് മെറ്റീരിയലിൽ എന്താണ്? N ടൈപ്പും P ടൈപ്പും മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിരിക്കുമ്പോൾ N ടൈപ്പിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ P ടൈപ്പ് മെറ്റീരിയൽ ദർ വിൽ ബി മോർ നമ്പർ ഓഫ് ഹോൾസ് ഇൻ ഇറ്റ് അല്ലേ? ഇനി ഈ കുറച്ച് കഴിയുമ്പോൾ, ഈ ഒരു ചേർത്ത് വെച്ച് കഴിയുമ്പോൾ, ദർ ഈസ് എ ഇംബാലൻസ്. അതായത് ഈ രണ്ട് പൊസിഷനിൽ ചേർത്ത് വെച്ചിരിക്കുന്ന രണ്ട് മെറ്റീരിയലിലും എന്താണ്? ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് അല്ലെങ്കിൽ കാരിയേഴ്സിൻ്റെ ബാലൻസ് കറക്റ്റ് അല്ല. സോ എന്ത് ചെയ്യും? സോ ബോത്ത് വിൽ മൂവ് ടുവേർഡ്സ് across the junction. Okay, so that will tend to move towards each other across the junction attracted by the opposing electrostatic charges. ഇപ്പോൾ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? P ടൈപ്പിലേക്ക് പോകും ക്രോസ് ചെയ്ത്. അതുപോലെ ഹോൾസിന് എന്തായിരിക്കും ടെൻഡൻസി? ഇപ്പുറത്തേക്ക് പോകാനായിരിക്കും ടെൻഡൻസി. ഓക്കെ, where a hole and electron meet, they will cancel out, forming a neutral area. പോസിറ്റീവ് നെഗറ്റീവും എന്ത് ചെയ്യും? അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് അതെന്തായി മാറും? ന്യൂട്രൽ ഏരിയയായി മാറും അത് മീറ്റ് ചെയ്യുമ്പോൾ. സോ അങ്ങനെ ഒരു കുറേ ആ ഒരു ജോയിൻ ചെയ്ത ആ ഒരു ഇൻബാലൻസ് ഒക്കെ ആവുന്നത് വരെ എന്ത് ചെയ്യും? ഇത് തുടർച്ചയായിട്ട് ഈ ഒരു ഡ്രിഫ്റ്റ് സംഭവിക്കും. ഓക്കെ, സോ ദാറ്റ് വിൽ ഫോം ആൻ ഏരിയ കോൾഡ് ദ ഡിപ്ലേഷൻ സോൺ. അപ്പോൾ അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ ക്രിയേറ്റഡ് ആവുകയാണ്. പോസിറ്റീവും നെഗറ്റീവും അങ്ങനെ മൂവബിൾ ആയിട്ടുള്ളതില്ലാത്ത ഒരു ഏരിയ അവിടെ ക്രിയേറ്റഡ് ആവുകയാണ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ജംഗ്ഷൻ. സോ വെയർ എവറിത്തിങ് ഈസ് ബാലൻസ്ഡ് ഔട്ട് ആൻഡ് ഓൾ ദ ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ്, അത് ആ ഒരു എക്സ്ട്രാ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ യൂസ്ഡപ്പായി. അപ്പോൾ അങ്ങനെ മൂവബിൾ ഒന്നും ഇല്ലാത്ത ഒരു പോർഷൻ അവിടെ ക്രിയേറ്റഡ് ആവുകയാണ്. ഓക്കെ, സോ ഇൻ ദിസ് ഡിപ്ലേഷൻ സോൺ, ഈ ഒരു യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡിപ്ലേഷൻ സോൺ. ഇവിടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി സെമി കണ്ടക്ടർ മെറ്റീരിയൽ എങ്ങനെയാണ്? ഇറ്റ് വിൽ നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഇറ്റ് വിൽ ബി
നോട്ട് കണ്ടക്ടിങ് അല്ലേ, ആ ഒരു ഇൻസുലേറ്റിംഗ് ആ ഒരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. സോ പ്രീ ഡോപ്പിംഗ് കണ്ടീഷന് മുമ്പ്, ഡോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പുള്ള കണ്ടീഷൻ പോലെ അത് ബിഹേവ് ചെയ്യും, വേർ ദർ ആർ നോ ഫ്രീ ഇലക്ട്രോൺസ് ടു ക്യാരി ദ കറന്റ്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ with no externally applied voltage, the diode is an insulator which would allow no current to pass through it, because ആ depletion zone ഉണ്ട് അവിടെ, there are no free electrons, so free charge carriers, electrons or holes, അപ്പോൾ no current to pass. ഓക്കെ, സോ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എൻകറേജ് ദ ഫ്രീ ഇലക്ട്രോൺസ് ഓൺ ദ റൈറ്റ് സൈഡ് ഇൻ ദ എൻ ടൈപ്പ് മെറ്റീരിയൽ ടു മൂവ് ടുവേർഡ്സ് ദ പി ടൈപ്പ് മെറ്റീരിയൽ. അങ്ങനെ ഇലക്ട്രോൺസിനെ എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലേക്ക് മൂവ് ചെയ്യിക്കണം, അതുപോലെ തിരിച്ചു മൂവ് ചെയ്യിക്കണം. ആൻഡ് ഷുഡ് ഓവർകം ദ യെല്ലോ ഡിപ്ലേഷൻ സോൺ. അപ്പോൾ ഈ ഒരു യെല്ലോ ഡിപ്ലേഷൻ സോൺ അത് ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നോർമൽ പി എൻ ജംഗ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ട്? വി വിൽ കണക്ട് ഇറ്റ് ടു ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസ് എന്ന് വെച്ചാൽ എന്താണ്? പി ടൈപ്പ് പോസിറ്റീവിലേക്കും എൻ ടൈപ്പ് നമ്മൾ എന്തിലേക്കും? നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ് കണക്ഷൻ. ഓക്കെ, സോ ഇതിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ there is an electric field can be created across the diode so that the free electrons will be attracted towards, again ഇവിടെ നോക്കുക ഈ നെഗറ്റീവ് പോർഷൻ ഉണ്ടല്ലോ, so that will be attracted towards the positive electrode this side, and ഇവിടെയാണെങ്കിൽ തിരിച്ചാണെങ്കിലോ നെഗറ്റീവും പോസിറ്റീവും അട്രാക്ട് ചെയ്യുന്ന പോലെ ഈ നെഗറ്റീവും ഈ ഒരു ഇലക്ട്രോൺസും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഈ നെഗറ്റീവ്സ് അട്രാക്റ്റഡ് ആകുന്നു, അതുപോലെ ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഈ ഒരു എൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എൻ ടൈപ്പ് മെറ്റീരിയലിൽ അത് റിപ്പൽ ചെയ്യുന്നു. സോ അതുപോലെ തന്നെ തിരിച്ചും ഹോൾസിൻ്റെ കേസിലാണെങ്കിലും ഹോൾസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ടെർമിനൽ ആൻഡ് അഗെയിൻ റിപ്പൽഡ് ബൈ ദിസ് വൺ, പോസിറ്റീവ് വൺ. ഓക്കെ, സോ അങ്ങനെ നമ്മളിപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ഇഫ് ദാറ്റ് ഈസ് ഇനഫ് ടു എലിമിനേറ്റ് ദിസ് ഡിപ്ലേഷൻ സോൺ. ഇങ്ങനെ ഈ പാസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഒരു ആ കണ്ടക്ടിവിറ്റി അവിടെ കൂടുവാണ്. സോ ഡിപ്ലേഷൻ ലെയർ എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്ത് വരുന്നു എന്ന് തന്നെ പറയാം. അതായത് അവിടെ കണ്ടക്ഷൻ സംഭവിക്കുന്നു, ദർ ഈസ് മൂവ്മെൻറ്റ് ഓഫ് ഫ്രീ ക്യാരിയേഴ്സ് ഹാപ്പനിങ്. സോ ആ ഒരു ഡിപ്ലേഷൻ സോൺ വിൽ ബി എലിമിനേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയ ഫുൾ ഹോൾസും ഇലക്ട്രോൺസും ഫ്രീ ആയിട്ടുള്ളതെല്ലാം യൂസ്ഡപ്പ് ആയ ന്യൂട്രൽ ആയ ഒരു പൊസിഷൻ ഇല്ല, അതെന്ത് ആ പോർഷൻ ഇല്ല, അത് കുറഞ്ഞു വന്നു. ഓക്കെ, സോ എവറിത്തിങ് വിൽ ബി മൂവിങ് അഗെയിൻ. സോ ഇഫ് വി കണക്ട് ദ വോൾട്ടേജ് വിത്ത് ദ പോസിറ്റീവ് ടെർമിനൽ, തിരിച്ചാണ് കണക്ട് ചെയ്യുന്നത് വിചാരിക്കാം, പോസിറ്റീവ് വിത്ത് എൻ ടൈപ്പ് ആ നെഗറ്റീവ് ടെർമിനൽ വിത്ത് പി ടൈപ്പ്, അപ്പോഴാണ് റിവേഴ്സ് ബയാസ്. അപ്പോൾ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. സോ ഇലക്ട്രോൺസ് അപ്പോൾ എന്തായിരിക്കും? ഇലക്ട്രോൺസിൻ്റെ ഇപ്പോൾ നമ്മൾ നോക്കുക, പോസിറ്റീവിൻ്റെ സൈഡിൽ നമ്മൾ നെഗറ്റീവും ഇവിടെ ഇതുമാണ് കണക്ട് ചെയ്യുന്നില്ല, ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? സോ ഈ ഇലക്ട്രോൺസ് കൂടുതൽ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും, അതായത് പോസിറ്റീവിലേക്ക് അട്രാക്റ്റഡ് ആവും, തിരിച്ചും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സംഭവിക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ? ദ ഡിപ്ലീഷൻ ലെയർ വിൽ ബിക്കം, അല്ലെങ്കിൽ ഡിപ്ലീഷൻ സോൺ ബിക്കം ഈവൻ ലാർജർ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഡയോഡ് ബിക്കംസ് ആൻ ഈവൻ ബെറ്റർ ഇൻസുലേറ്റർ ആൻഡ് ദാറ്റ് വിൽ നോട്ട് കണ്ടക്ട് എനി ഇലക്ട്രിസിറ്റി. ആൻഡ് ഇപ്പോൾ നമുക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ പൊട്ടൻഷ്യൽ, ബിൽട്ട് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് ഒരു V0 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ വോൾട്ടേജും കൂടി അപ്ലൈ ചെയ്തപ്പോൾ അത് V0-V എന്നുള്ളതായി. ഓക്കെ, V0 - V ആയി. അതായത് ഇപ്പോൾ V0 വോൾട്ടേജ് കൊടുത്താലാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ, V0 ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എങ്കിൽ, ഓൾറെഡി ഉള്ള പൊട്ടൻഷ്യൽ എങ്കിൽ, ഒരു വിയും കൂടി അപ്ലൈ ചെയ്തപ്പോൾ എത്രമാത്രം മതി അത് ക്രോസ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ആ ഡിപ്ലേഷൻ ലെയർ ക്രോസ് ചെയ്യാൻ ഇനഫ് V0 - V മതി. So this will allow the electron from the n side to get injected to the p side. So electrons are the minority carriers in the p side. Process is called minority carrier injection. അപ്പോൾ ഈ ഒരു നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺസ് ഫ്രം ദ എൻ സൈഡ് പി സൈഡിലേക്ക് വരുന്നു, അതുപോലെ ഇലക്ട്രോൺസ് ആർ ദ മൈനോറിറ്റി ക്യാരിയേഴ്സ് ഇൻ ദ പി സൈഡ്. ഈ ഒരു പ്രോസസ്സ്, അതായത് മൈനോറിറ്റി ക്യാരിയേഴ്സ് കാരണമാണ് അപ്പോൾ അവിടുത്തെ ഫ്ലോ ഉണ്ടാവുന്നത്. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് മൈനോറിറ്റി ക്യാരിയർ ഇൻജെക്ഷൻ. പക്ഷേ പി സൈഡ് ടു എൻ സൈഡ് വളരെ കുറവായിരിക്കും. സോ ദ കറണ്ട് വിൽ ബി പ്രൈമർലി ഡ്യൂ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ടു ദ പി സൈഡ്.
അപ്പോൾ ഈ ഒരു റീകോമ്പിനേഷൻ, ഇപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് അത് റീകോമ്പിൻ ചെയ്യും. സോ ദാറ്റ് റീകോമ്പിനേഷൻ റിസൾട്ട്സ് ഇൻ ദ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ഫോട്ടോൺ. അതൊന്നുകൂടെ ക്ലിയർ ആക്കാം. സോ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഇൻജെക്ഷൻ ഇലക്ട്രോലൂമിനസെൻസ് എന്നൊരു പ്രോസസ്സ് ഓർത്താൽ മതി. ഓക്കെ, ഇലക്ട്രോൺസ് ഹോൾസ് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ദർ വിൽ ബി ആൻ എനർജി റിലീസ്. ആ എനർജി വരുന്ന എന്താണ്? ആ ഇലക്ട്രോലൂമിനസെൻസ്, ആ ഒരു ലൈറ്റ് എനർജി ആയിട്ടാണ് വരുന്നത്. സോ ഫോട്ടോൺസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, സോ ഈ ഒരു LED-ക്കകത്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ അതിനൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് ആയിരിക്കും. സോ ദാറ്റ് ദ ലൈറ്റ് അല്ലെങ്കിൽ ആ ഫോട്ടോൺസ് വരുന്നത് പുറത്തേക്ക് വരാൻ പറ്റണം. Okay, and this recombination that can be classified into the following two kind. രണ്ട് ടൈപ്പ് recombination ആണ്, direct recombination and indirect recombination. So direct ആയിട്ട് ഇപ്പോൾ എനർജി ലെവൽസ് അത്രയും ഡിസ്റ്റൻസിലുള്ളൂ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റീകമ്പൈൻ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡയറക്റ്റ് റീകോമ്പിനേഷൻ. ഇൻഡയറക്റ്റ് ആണെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഡോപ്പിംഗ് കൂടി ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ലെവൽ ഓഫ് എനർജി ലെവൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ദെൻ ആ ഒരു ഇൻ്റർമീഡിയറ്ററി ഓപ്പറേഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് റീകമ്പൈൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അകലെ ആയിരുന്നു ബാൻഡ് ഗ്യാപ്പ്, അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് ഇച്ചിരി കൂടി കൂടുതലാകുമ്പോഴാണ് ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ നടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് പറഞ്ഞത് LED-യുടെ കാര്യമാണ്. LED-യുടെ വർക്കിംഗ്, അത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സമയത്താണ് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞത്. സോ LED-യുടെ കാര്യം നോക്കുക. വെൻ കറണ്ട് ഫ്ലോസ് അക്രോസ് എ ഡയോഡ്, ദ നെഗറ്റീവ് ഇലക്ട്രോൺസ് മൂവ്സ് വൺ വേ ആൻഡ് പോസിറ്റീവ് ഇലക്ട്രോൺസ് മൂവ് ദ അതർ വേ യൂഷ്വലി. And the holes exist at a lower energy level than the free electrons. The holes എങ്ങനെയാണ്? ഒരു ലോവർ എനർജി ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഫോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ ഇറ്റ് ലൂസസ് എനർജി. ഓക്കെ, ഒരു ഫ്രീ ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ ദറ്റ് വിൽ ലൂസ് എനർജി. സോ ഇവിടെ നോക്കുക, ദിസ് ഈസ് ദ എനർജി ഗ്യാപ്പ്. സോ ഇലക്ട്രോൺ ആണിത്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഹോളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു എനർജി റിലീസ് സംഭവിക്കുന്നു. സോ ദാറ്റ് വിൽ ബി ഫോട്ടോൺ, ദാറ്റ് വിൽ ബി ലൈക്ക് എമിറ്റിംഗ് ലൈറ്റ്. ഒരു ഈ കണ്ടക്ഷൻ ബാൻഡിലെ ഒരു സെമി കണ്ടക്ടറിലെ കണ്ടക്ഷൻ ബാൻഡ്, അതിലെ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞാണ് എനർജി ലെവൽ ഓഫ് ദ ഹോളിനേക്കാളും ഹയർ ആയിരിക്കും. സോ ഹയർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺ ലോവർ എനർജിയിലുള്ള ഹോൾസിലേക്ക് വരുന്നു. അപ്പോൾ അതെന്താണ്? ആ ഒരു ലോവർ എനർജി ലെവലിലേക്ക് വരാൻ അതിന് കുറച്ച് എനർജി എന്ത് ചെയ്യണം? കളയണം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സസ് എനർജി ലൂസ് ചെയ്യുന്നു. സോ ദാറ്റ് എനർജി ഈസ് എമിറ്റഡ് ആസ് എ ഫോട്ടോൺ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈറ്റ്. ഫോട്ടോൺ ആണ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈറ്റ്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, the difference in the energy level or the height of the fall, and that will determine the energy of the photon. ഈ ഫോട്ടോണിൻ്റെ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. സോ എത്രമാത്രം ഡിഫറൻസ് ഇൻ എനർജി ലെവൽ ഉണ്ട് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് തമ്മിൽ, ആൻഡ് ദാറ്റ് വിൽ ഡിറ്റർമൈൻ ഹൗ മച്ച് എനർജി അല്ലെങ്കിൽ ഹൗ മച്ച് എനർജൈസ്ഡ് ലൈറ്റ് ഈസ് കമ്മിങ്. ആ ഫോട്ടോൺ വരുന്നതിൻ്റെ എനർജി എത്രയാണെന്നാണ്. ഓക്കെ, സോ ഹയർ ദ എനർജി ഓഫ് ദ ഫോട്ടോൺ, higher the frequency of the light. അപ്പോൾ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കളർ വിൽ ബി വേരിയിങ്. ഫ്രീക്വൻസി കൂടിയാലും കുറയാനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? കളേഴ്സ് നമുക്ക് ഇപ്പം റെഡ് മുതൽ ബ്ലൂ വരെയുള്ള റേഞ്ചിലേക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ മെനി സെമി കണ്ടക്ടേഴ്സിന് ഈ ഒരു എഫക്റ്റ് ഉണ്ട്. അതായത് റീകമ്പൈൻ ചെയ്യുമ്പോൾ ലൈറ്റ്സ് അല്ലെങ്കിൽ ഫോട്ടോൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സച്ച് ദാറ്റ് ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു എനർജി ഗ്യാപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. സോ ലോ ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. ലോ ഫ്രീക്വൻസി ആവുമ്പോൾ നമുക്ക് വിസിബിൾ റേഞ്ചിനേക്കാളും ഡൗൺ റേഞ്ചിലാണ് കിട്ടുക. വിസിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്നാലാണ് നമുക്ക് കളേഴ്സ് നമുക്ക് വിസിബിൾ ആയിരിക്കുള്ളൂ. സോ വിസിബിൾ റേഞ്ചിനേക്കാളും ബിലോ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, so the emitted photon energy, it is approximately equal to the band gap energy of the semiconductor. നമുക്കറിയാം ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ.
എച്ച് ന്യൂ. ഈ ന്യൂ എന്ന് പറഞ്ഞത് വി അല്ല, ന്യൂ ആണ്, ഫ്രീക്വൻസി ആണ്. സോ എച്ച് സി ബൈ ലാംഡ, ന്യൂവിന് പകരം എന്തെന്ന് പറയാം, സി ബൈ ലാംഡ എന്ന് പറയാം. സോ എച്ച് ഇൻറ്റു സി ബൈ ലാംഡ ഈക്വൽ ടു ഇ ജി. സോ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് സി ഡിവൈഡ് ബൈ ഇ ജി. ഇ ജി എന്ന് പറയുന്നത് എനർജി ഗ്യാപ്പ് എന്നുള്ള മീനിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ബാൻഡ് ഗ്യാപ്പ് എനർജി. സോ എച്ച് ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, സി ഈസ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ആൻഡ് ഇ ജി ഈസ് ദ എനർജി ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ. സോ ഒരു സെമി കണ്ടക്ടർ നമുക്ക് അതിൻ്റെ എനർജി ബാൻഡ് 2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ ലൈറ്റ് അതിൻ്റെ ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 620 നാനോമീറ്റർ, അങ്ങനെ അത്രയായിരിക്കും അതിൻ്റെ ഫ്രീ വരുന്നത്. ഓക്കെ. ആൻഡ് ഇൻ ദ റെഡ് പോർഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓർക്കുക 2 ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പ് ആണെങ്കിൽ ഏകദേശം റെഡ് കളർ ആയിരിക്കും. 3 ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പ് ആണെങ്കിൽ ദാറ്റ് വിൽ എമിറ്റ് ഫോർ 14 നാനോമീറ്റർ ഇൻ ദ വയലറ്റ് റീജിയൻ. ഓക്കെ. സോ what is the fundamental difference between the LED and the usual PN junction അല്ലെങ്കിൽ normal PN junction diode? Fundamental difference is that ഈ എനർജി ഡ്രോപ്പ് ആദ്യം പറഞ്ഞ പോലെ മച്ച് ഹയർ, അതുപോലെ എനർജി ഡ്രോപ്പ് ഈസ് മച്ച് ഹയർ ആൻഡ് ദ ഫോട്ടോൺ എമിറ്റഡ് ഈസ് ഹൈ ഇനഫ് ഇൻ ഫ്രീക്വൻസി ടു ബി വിസിബിൾ. അതായത് LED കാര്യത്തിൽ അങ്ങനെയായിരിക്കും. സാധാരണ മറ്റു ഡയോഡ്സിനൊക്കെ ആണെങ്കിൽ ലോവർ ഫ്രീക്വൻസി, ലോവർ എനർജി ഗ്യാപ്പ്, അതുകൊണ്ട് തന്നെ വിസിബിൾ ആയിരിക്കില്ല. So higher the energy of the photon, the bluer the emitted light. So മിക്ക സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന് ഒരു സിംഗിൾ സൈസ് എനർജി ബാൻഡ് ഉണ്ട്. സിംഗിൾ സൈസ് എനർജി ബാൻഡ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം എനർജി ലെവലിലുള്ള ഫോട്ടോൺസ് ആണ് വരുന്നത് മിക്ക സെമി കണ്ടക്ടർ മെറ്റീരിയൽസിനും. സ്പെസിഫിക്കലി നമ്മൾ LED അതിൻ്റെ ആ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴാണ് LED പർപ്പസ് നടക്കുക. ഓക്കെ. സോ സാധാരണ നമുക്ക് LED നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ദ LED കംപ്ലീറ്റ്ലി ഗ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ ദ LED ഈസ് കംപ്ലീറ്റ്ലി എമിറ്റിംഗ് ലൈറ്റ് എന്നാണ് ഫീൽ ചെയ്യുക. ബട്ട് ആക്ച്വലി നമുക്ക് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? വെയർ ദ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് വിൽ കമ്പൈൻ നിയർ ടു ദ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ആ ഒരു ഇലക്ട്രോലൂമിനസെൻസ് സംഭവിക്കുന്നത്. ഓക്കെ. ദെൻ നോൺ LED ഡയോഡ്സ് ആണെങ്കിൽ ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് ഹാപ്പൻസ് ദെയർ, ആ ഒരു ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ആയാലും ആ ഒരു ലെയേഴ്സ് ഓഫ് ദാറ്റ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ അതിനെ അബ്സോർബ് ചെയ്യുന്നു. സോ അത് അവിടെ തന്നെ എൻഡ് ചെയ്യും. സോ ഹൗവർ ഇൻ ദ LED ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ സെമി കണ്ടക്ടർ ലെയർ, അതുപോലെ കണക്ഷൻ ലെയർ ആൻഡ് പാക്കേജിങ്, അതെല്ലാം കെയർഫുള്ളി സെലക്റ്റഡ് ആണ്. അതായത് ട്രാൻസ്പെറൻ്റ് ആക്കിയേക്കുവാണ് ആൻഡ് തിൻ ഇനഫ് ദാറ്റ് മെനി ഓഫ് ദ ഫോട്ടോൺസ് എസ്കേപ്പ് ആസ് യൂസബിൾ ലൈറ്റ്. സോ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുന്നത്, അതിൻ്റെ തിൻ ലെയേഴ്സ് തിരഞ്ഞെടുക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടു ബി എ ഗുഡ് LED മെറ്റീരിയൽ ദേ മസ്റ്റ് have the right energy gap for the light color, and the transparent to that particular color of light. ഏത് ലൈറ്റ് കളറാണോ വേണ്ടത് ആ കളറിന് റൈറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഗ്യാപ്പുള്ള മെറ്റീരിയൽ വേണം എടുക്കാൻ. ആൻഡ് ദാറ്റ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് ആൻഡ് മെറ്റീരിയൽ. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ഒരു ഗ്രാഫ് ആണെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് ആൻഡ് കാത്തോഡ് കറണ്ട് കാണിച്ചിരിക്കുന്നതാണ്. കമ്പാരിസൺ ആണ്. ഇൻഫ്രാറെഡ്, റെഡ്, ഓറഞ്ച്, അതുപോലെ ബ്ലൂ. ആ ഒരു ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വിസിബിൾ അല്ല. സോ ആ ഒരു റേഞ്ച് മുതൽ ബ്ലൂ റേഞ്ച് വരെ ആ ഒരു റേഞ്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ വേവ് ലെങ്ത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തരാം. അപ്പോൾ വേവ് ലെങ്ത് റേഞ്ച് ലെസ് ദാൻ 400 ഒക്കെ ആണെങ്കിൽ അൾട്രാവയലറ്റ് റീജിയൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ അലൂമിനിയം നൈട്രൈഡ്, അലൂമിനിയം ഗാലിയം നൈട്രൈഡ്, അലൂമിനിയം ഗാലിയം ഇൻഡിയം നൈട്രൈഡ് എന്നീ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 400 to 450 ആണെങ്കിൽ വയലറ്റ് കളർ വരും. അപ്പോൾ ഇൻഡിയം ഗാലിയം നൈട്രൈഡ്. 450 to 500 ആണെങ്കിൽ ബ്ലൂ കളറാണ്, ഇൻഡിയം ഗാലിയം നൈട്രൈഡ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കളേഴ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് ഏകദേശം ഒന്ന് ഓർത്ത് വയ്ക്കുക. കളേഴ്സ് വരുന്ന ഒരു ഗ്രേറ്റർ ദാൻ 760 ആണെങ്കിൽ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. അപ്പോൾ നമുക്കൊരു 400 മുതൽ ഒരു 760 റേഞ്ചിലാണ് ഒരു വയലറ്റ് കളർ മുതൽ റെഡ് കളർ വരെ നമുക്ക് ആ റേഞ്ച് കിട്ടുന്നത്. ഓക്കെ, അതാണ് ആ വിസിബിൾ റീജിയൻ എന്ന് പറയുന്നത്.
സോ ഇൻസൈഡ് എ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡയോഡ് പോർഷൻ പി എൻ ജംഗ്ഷൻ പോർഷൻ ഉണ്ട്. സോ ട്രാൻസ്പെറൻറ്റ് ഒരു പ്ലാസ്റ്റിക് കേസ് ഉണ്ട് ആൻഡ് ടെർമിനൽ പിൻസ് ആൻഡ് ഈ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് അത്ര ഡീറ്റെയിൽ വേണ്ട, ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്നാലും അതിൽ ഒരു എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ് മെയിൻ ആയിട്ടുള്ള LEDs യൂസ് ചെയ്യുന്നത്. എൻ ടൈപ്പിൻ്റെ മുകളിൽ പി ടൈപ്പ് വരുന്ന പോലെയാണ്. അതിൽ എൻ ടൈപ്പ് അതിൽ പി ടൈപ്പ് ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ്. പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ടൈപ്പ് ഉണ്ട്, പക്ഷേ ദേ ആർ വെരി ലെസ് കോമൺ. അതങ്ങനെ ഉണ്ട് എന്നാലും വളരെ കുറവാണ്, റെയർ ആയിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. ആൻഡ് സംടൈംസ് ഗാലിയം നൈട്രൈഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗാലിയം നൈട്രൈഡിൽ സഫയർ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഏറ്റവും അടിയത്തെ ലെയറാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്, അങ്ങനെയും യൂസ് ചെയ്യാറുണ്ട്. അതൊരു പോയിൻ്റായിട്ട് ഓർത്താൽ മതി. ആൻഡ് ദെൻ LED എഫിഷ്യൻസി നമുക്ക് പഠിക്കാനുണ്ട്. സോ ആപ്ലിക്കേഷൻസ്, കൈൻഡ് ഓഫ് LED, അതുപോലെ നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് LED, ആൻഡ് ദെൻ കമ്പാരിസൺ ഓഫ് LED വിത്ത് CFL, അത്രയും പഠിക്കാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.